ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് എല്ലാ മാസവും ഒരു 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെയുള്ള ടൈമിലും പലരും ഇതേപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എന്തെങ്കിലും പൈസ വല്ലതും മറിക്കാനുണ്ടോ എന്ന് ചോദിച്ച് പലരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എല്ലാം ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ മാസവും ഒരേ ഡേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. EMI പേയ്മെന്റ് ചെയ്യാനാണ് എന്നാണ് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവർ തിരിച്ചു തരുകയും ചെയ്യും. പലരും തരാത്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാനിങ്ങനെ വളരെ ഡീപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ചു. അതായത് ചെറിയ സാലറി കിട്ടുന്ന ആൾക്കാർ പോലും വലിയ വലിയ ഫോണുകൾ വാങ്ങിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, അങ്ങനത്തെ ഒരു ഓപ്ഷനിലോട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്നു. ഒരു ആക്ച്വലായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ ഇവര് പല എടുത്തുചാട്ടങ്ങളും കാണിക്കുന്നു. അതായത് പല ഓഫേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അത് അവെയിൽ ആവും. അത് അവെയിൽ ആകുന്നു, അവരത് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ജസ്റ്റ് ഈ ഫോണ് ഇത് മാത്രമല്ല, ഹോം ലോണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജോലി കിട്ടുമ്പോഴത്തേക്കിന് നമ്മുടെ എല്ലാം വളരെ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് ഇറങ്ങും. അപ്പൊ അതിനകത്തിൽ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പലരുടെയും ഇപ്പം ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പലരുടെയും ലൈഫ് തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ തന്നെ. അപ്പം അതിന് വേണ്ട കുറച്ച് അച്ചടക്കങ്ങൾ, കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ട. EMI എന്ന് പറയുന്ന ആ ഒരു ചതിക്കുഴിയിൽ നിങ്ങൾക്ക് പലർക്കും നല്ലതായിരിക്കും, പക്ഷെ അത് നമ്മളെ വീണ്ടും 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 പലതിനും പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു ചതിക്കുഴിയായിട്ട് മാറും. അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ അറിവ് വെച്ചിട്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ കരുതി. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓൾറെഡി നിങ്ങളിപ്പോ ഒരു 4-5 EMI ഓടുന്ന ആൾക്കാരാണ്. EMI 4-5 EMI ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി ഒരു 20,000-25,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 80% EMI ആദ്യമേ പോകുന്നു. പിന്നെ വരുന്ന ഒരു 10-25 ദിവസം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതാണ് ഒരു ഭൂരിഭാഗം ആൾക്കാർ. അപ്പം അതിനി എങ്ങനെ, ഓൾറെഡി നിങ്ങളുടെ എടുത്തു പോയി, ഇനിയിപ്പോ എന്തായാലും നിങ്ങളത് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. പിന്നെ ഫ്യൂച്ചറിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഹോം ലോൺ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ EMI കാണും, വലിയ EMI കാണും, അങ്ങനെ പല പല ഓപ്ഷൻസ് കാണും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ EMI എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ പലതും ഭയങ്കരമായിട്ട് പലിശ വരുന്ന EMI കാണും, ചിലത് നോ കോസ്റ്റ് EMI കാണും. ഹോം ലോൺ ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കാര്യം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പലിശ കൂടുതൽ വരുന്ന ഏതാണോ, അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആദ്യമേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒരു എക്സ്ട്രാ ഇൻകോ അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചൊരു എമൗണ്ടോ എവിടുന്നെങ്കിലും സോഴ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൂടുതൽ അടയ്ക്കേണ്ടതോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടതോ, ഒന്നെങ്കിൽ പലിശ കൂടുതലുള്ള ലോൺ ഏതാണോ അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ലോൺ ഏതാണോ അത്. അപ്പൊ അത്രയും ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടും. ഓക്കെ, അതൊരു സിമ്പിൾ മെത്തേഡാണ്. പക്ഷെ ഈ എക്സ്ട്രാ ഇൻകം എങ്ങനെ സോഴ്സ് ചെയ്യാം എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ പലർക്കും പലരുടെ ഒരിക്കലും ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോ ഇൻഡിവിജ്വലിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ ഫിനാൻഷ്യൽ പ്ലാനിങ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് വരുന്ന ടൈമിൽ ഒരു ഇൻഡിവിജ്വലിനെ എടുത്തിട്ട് നിങ്ങളുടെ ഒരാടെ 500 രൂപ ആയിരിക്കില്ല മറ്റേയാൾക്ക് 500 രൂപ, രണ്ടു തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ നിലവിലുള്ള ഇൻകത്തിൽ നിന്ന് ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് ഒന്നെങ്കിൽ ഒരു 1000 രൂപ 2000 രൂപ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ നമ്മൾ EMI എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് വലിയ തുകയൊന്നും ആക്കണമെന്നില്ല, വലിയ ബിസിനസ്സോ അല്ല വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഒരു 2000, 3000, 5000 അല്ലെങ്കിൽ മാക്സിമം ഒരു 10000 രൂപ വരെയൊക്കെ നിങ്ങളൊരു എക്സ്ട്രാ ഇൻകത്തിനുള്ള വഴി കൂടെ കണ്ടെത്തണം. അതെന്തെങ്കിലും ഇപ്പം ഹൗസ് ഹോൾഡ് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു 10 പപ്പടം ഉണ്ടാക്കി വിറ്റാൽ പോലും നമുക്ക് നേടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ എക്സ്ട്രാ ഇൻകം വരികയാണെന്നുണ്ടെങ്കിൽ ഈ EMIയുടെ നമുക്ക് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ വെച്ച് അടയ്ക്കാൻ പറ്റും. ഒരു ഹോം ലോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-20 ലക്ഷം രൂപ എടുക്കുന്നത് ഒരു മാസത്തെ അടവിൽ നിന്ന് ഒരു 2000 രൂപയൊക്കെ കൂട്ടാമെങ്കിൽ തന്നെ ഏകദേശം നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
അത് മനസ്സിലാവും. അതായത് ഒരു എന്താ അത്രയും കൂട്ടാമെങ്കിൽ തന്നെ നിങ്ങളൊരു 30 വർഷത്തേക്കിനാണ് എടുക്കുന്നതെങ്കിൽ ആ സാധനം നമുക്കൊരു 15 വർഷം 20 വർഷത്തിനകത്ത് ക്ലോസ് ആവുന്ന രീതിയിലോട്ട് വരും. അത്രയും ഡിഫറൻസ് വരും. ഓക്കെ, സോ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ നമ്മുടെ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ EMI ഇട്ട് വാങ്ങിക്കുന്ന സാധനം ഇപ്പൊ ഐഫോണാണ്. ഐഫോൺ തന്നെ ഇപ്പൊ ഒരു ചവറ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു മെന്റാലിറ്റി പെട്ടെന്ന് അതിലോട്ട് പോകുന്നത് കഴിവതും ഒഴിവാക്കുക. അതായത് നമുക്ക് EMI ഇട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതി എല്ലാം കൂടെ വാങ്ങിച്ച് കൂട്ടിയിട്ട് നാളെ അപ്പൊ നമ്മൾ വീണ്ടും 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 വലിയ വലിയ കാര്യങ്ങളിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രവണത കുറയ്ക്കുക വേണം. ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ സാലറി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മറ്റേത് ഓൾറെഡി EMI എടുത്തവരെ ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ മെയിനായിട്ട് ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തുക. അത് നിങ്ങൾ ഏറ്റവും പലിശ കൂടുന്നത് ഏതാണോ ആ പലിശ കൂടുന്നതോ, അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അടച്ച് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂരിഭാഗം ഇതിൽ തീർക്കാനോ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് തന്നെ ഇപ്പൊ ഗോൾഡ് വെച്ച് ഓൾറെഡി ഈ പല ബാങ്കുകളും എന്താ ഇപ്പൊ ഹോം ലോണോ അല്ലെങ്കിൽ എങ്ങനത്തെയൊക്കെ ലോൺ ആയിക്കോട്ടെ, അവർക്കിതൊരു നല്ല വരുമാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നിലവിൽ നിൽക്കുന്ന ബാങ്കിൽ നിന്ന് നമുക്ക് വേണേൽ മറ്റൊരു ബാങ്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പലിശ കുറഞ്ഞു കിട്ടും. അത് നിങ്ങളൊന്ന് തിരക്കി ഒന്ന് ഇറങ്ങാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെറിയ ആശ്വാസമാണെങ്കിൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസത്തിലോട്ട് വരാൻ പറ്റും. ഓക്കെ, അതും അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡോ അതല്ലെങ്കിൽ ഇപ്പം നാഷണൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ പല പല സ്കീമുകളുണ്ട്. ഈ കാർഷിക വായ്പ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻ. അതല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ. ഇപ്പൊ നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എടുത്തൊക്കെ വെച്ചിട്ട് വരുന്ന 20%, 23, 24% ഒക്കെ വരുന്ന സാധനം ചിലപ്പോൾ ഒരുപക്ഷെ പല പേഴ്സണൽ ലോണുകളും പല ടൈമിലും നമുക്ക് അവർ ഓഫർ തരുന്നത് 10%, 12%, 13%-ത്തിലൊക്കെ വരുന്നുണ്ട്. ആ ടൈമില് അങ്ങനത്തെ ഒരു ലോൺ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കത് മറ്റേത് ക്ലോസ് ചെയ്തിട്ട് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തിങ്ക് ചെയ്യണം. അത് ഓരോ ഇൻഡിവിജ്വലിന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് അത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ 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 ലോണുകൾ നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഒരു വലിയ ലോൺ എടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം അത്രയും പലിശ ഡിഫർ ചെയ്യാണ്. അത് ആ പലിശ പലയിടത്ത് വീതം വെച്ച് പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ചെറിയ 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 കടങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ചെറുത് ഒരുമിച്ച് ഒരു വലിയ ഇതാക്കി കുറയ്ക്കുന്ന ആ ഒരു സ്ഥിരം തിങ്കിങ്ങും നല്ലതാണ്. ആ കാര്യം ആ ഒരു പലിശ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആക്കുന്ന പരിപാടി നമുക്ക് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും. പിന്നെ എല്ലാവരും ഇപ്പൊ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 20,000 രൂപ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 15,000 രൂപ വരുന്നു, ബാക്കി 10,000 രൂപ മതി നിങ്ങളുടെ ചെലവിനെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ താളത്തിൽ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് എവിടെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു. ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഈ സംഭവം നേരെ താഴോട്ട് പോകും. പിന്നെ റിക്കവർ ചെയ്ത് വരാൻ പലരും തകർന്നു പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി കിട്ടുമ്പോൾ ആദ്യം എടുക്കുന്ന EMI വെച്ച് സാധനം വാങ്ങിക്കുകയല്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങ് എടുക്കുക എന്നുള്ള. മീൻസ് വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. പ്രോപ്പറായിട്ട് നല്ല നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ഏതാണ്, ഞാൻ ഒന്നിന്റെ പേര് ഞാൻ പറയുന്നില്ല, കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ഏതാണോ അത് നിങ്ങൾ എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അത്രയും റിസ്ക് കുറഞ്ഞു. പിന്നെ ഒരു 500 രൂപ 1000 രൂപയെങ്കിലും ഒരു മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡീറ്റെയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം ലോൺ അങ്ങനത്തെ ഓപ്ഷൻ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പുതിയ ചിട്ടി പോലുള്ള കാര്യങ്ങളല്ല, അങ്ങനെ പുതിയ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതും അല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ലോണില് ഗോൾഡിൽ വേണമെങ്കിൽ നമുക്ക് അല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഡീറ്റെയിൽ അല്ലാതെ മറ്റേ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ പറയാം. ഇപ്പൊ ഇതിനകത്തില് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു 1000 രൂപ 1500 രൂപയെങ്കിലും എങ്ങനെയെങ്കിലും അത് നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 10 ദിവസം വരെ നമ്മുടെ ചെലവ് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു 50 രൂപ 60 രൂപ വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണും. വലിയ കൺട്രോളിങ്, ലൈഫ് ഒന്നേ ഉള്ളൂ, ഒക്കെ ശരിയാണ്. പക്ഷെ വലിയ കൺട്രോളിങ് ഒന്നും വേണ്ട. ചെറുതായിട്ട് ചെറിയ 50, 100, 150, 200 ഒക്കെ വെച്ച് കട്ട് ചെയ്യുന്നത് തന്നെ
അവസാനം കൂട്ടുമ്പോൾ ആ മാസം അല്ലെങ്കിൽ ആ ഒരു 10 ദിവസം നല്ലൊരു എമൗണ്ടിലോട്ട് വരും. ആ എമൗണ്ട് മതി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ EMI അടയ്ക്കാൻ. അങ്ങനെ ഏത് സ്കീമിനാണെങ്കിലും ആ ഒരു സംഭവം മതി. അതുകൊണ്ട് ആ ഒരു സാധനം നിങ്ങൾ എങ്ങനെയെങ്കിലും റെഡിയാക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അത്യാവശ്യം EMIയുടെ ഒരു കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളൊരു കാര്യവും, അതേപോലെ തന്നെ EMI എടുക്കുന്നതിനെക്കാട്ടിലും മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് വലിയൊരു ചതിക്കുഴിയാണ്. നമ്മളെ വീണ്ടും 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 ഓരോന്നോരോന്നോരോന്ന് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ വരുന്ന പൈസയെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട്, പണ്ടത്തെ ഒരു തിയറി ഉണ്ട്, 50% നമ്മുടെ ചെലവിന് വേണ്ടിയിട്ട്, 30% നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ മീൻസ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബാക്കി 20% സേവിങ്സിന് വേണ്ടിയിട്ട്. അത് അത്രയും പ്രൊപ്പോർഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപക്ഷെ ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഒരു 10,000 രൂപയാണ് കിട്ടുന്നതെങ്കിലും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് സേവിങ്സിന് മാറ്റി വെക്കണം. കുറച്ച് എമൗണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യത്തിന് മാറ്റി വെക്കണം. കുറച്ച് എമൗണ്ട് നമ്മൾ EMI അടയ്ക്കാനും മാറ്റി വെക്കണം. ബാക്കി എമൗണ്ട് നമുക്ക് നമ്മുടെ ചെലവിനും നമ്മുടെ സന്തോഷത്തിനും കാര്യത്തിനും വേണ്ടി മാറ്റി വെക്കണം. അത് കൂടാതെ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഇൻകം എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ അതിനെന്തെങ്കിലും ഒരു വഴി ഇങ്ങനെ വെക്കണം. ഇത്രയും സൈഡായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എക്സ്ട്രാ ഇൻകം, അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ തന്നെ ബാക്കി ചെലവ് ശകലമെങ്കിലും കുറച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ EMI എന്ന് പറഞ്ഞ കെണിയിലോട്ട് മനഃപൂർവ്വം എടുത്ത് ചാടാവൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്കിത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ബാക്കിയുള്ളവരിൽ എത്തിക്കുക. ഒരുപാട് ചെറുപ്പക്കാർ വരുന്നവർക്ക് എങ്ങനെ ഇത് പൈസ, പല കുട്ടികളും മീൻസ് ഞാനുമായിട്ട് ഇടപെടുന്ന പല കുട്ടികളും അവർക്ക് പൈസ വരും, പൈസ നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. ചേട്ടാ ആവശ്യം വരുമ്പോൾ എൻ്റെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ കാര്യം അത് മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണ്ടിയിട്ടോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ഏൽപ്പിക്കേണ്ട, നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ. പക്ഷെ നമുക്ക് തന്നെ പേടിയാ. കാര്യം അവരുടെ എല്ലാ പൈസ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഒറ്റ രാത്രി കൊണ്ട് അവർ വേണേൽ ചെലവ് കളയും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അത് ഒഴിവാക്കണം. കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെയും കാര്യങ്ങളെയൊക്കെ ഇതിന്റെ ഒരു ശീലം പഠിപ്പിക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മറ്റു ചില ലോണുകളും കാര്യങ്ങളും, ഇപ്പൊ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് പേര് എന്നോട് ഈ കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് അറിയാത്ത ഒരുപാട് ലോണുകളുണ്ട്. വേണേൽ അതിലോട്ടൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ട് അറിയണമെങ്കിലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ എല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട മെസ്സേജാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് എത്തിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. സോ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.